ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ 2024 ലാസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആയിരിക്കും ഇത്. അപ്പം ഒറ്റയ്ക്ക് പോസ്റ്റ് ചെയ്ത് ഒറ്റയ്ക്ക് എടുക്കുന്ന വീഡിയോക്കകത്ത് എന്താ സ്പെഷ്യൽ അല്ലേ? സോ ഈ വീഡിയോക്കകത്ത് കുറച്ച് കസിൻസ് കാണും, പിന്നെ എൻ്റെ കുഞ്ഞമ്മ കാണും, പിന്നെ ഒരു കുഞ്ഞമ്മ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. സയന കുഞ്ഞമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കമൻറ്റ് ഇടണം, മറക്കരുത്. കുഞ്ഞമ്മ ഞങ്ങൾ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. സോ ബാക്കിയൊക്കെ വീഡിയോയിലേക്ക് കാണാം. ബാക്കിയുള്ള കസിൻസും കുഞ്ഞമ്മയും വരുന്ന ടൈം കൊണ്ട് അനിയൻകുട്ടൻ നിക്കൂറിനെയും കുഞ്ഞുട്ടൻ പക്കൂറിനെയും കൊണ്ട് നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. 7:30 ആയപ്പോഴത്തേക്കും മേഘയും ദിവ്യയും പിങ്കി കുഞ്ഞയും വന്നായിരുന്നു. സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ ഇന്നത്തെ പരിപാടി ഗംഭീരാക്കുള്ള ആൾക്കാരെല്ലാം അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും അതും ഇതും ചിരിയും അട്ടഹാസവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുക. കട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്ലം കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഓൾറെഡി മേടിച്ചിട്ട് വന്നതാണ്. അപ്പൊ അതിനെ പറ്റിയ ഒരു പിച്ചാത്തി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ കാണുന്നില്ല. മനസ്സ് വെച്ച് കണ്ടുപിടിച്ച് ലാസ്റ്റ് പിച്ചാത്തി നൈഫ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് കേക്ക് ആയിട്ട് അങ്ങോട്ടേക്ക് പോവാം. കേക്ക് കണ്ടല്ലോ അല്ലേ? നമ്മളുടെ ഇന്നത്തെ വൈൻ സ്പോൺസർ ജിത്തു ആൻഡ് മിത്തു ആണ്, ബ്രദേഴ്സ് അസോസിയേഷൻ. ഏതൊക്കെയൊക്കെയോ വൈൻ ഉണ്ട് കേട്ടോ. ഞാൻ ഇനി പറയുന്ന റെക്കോർഡിങ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ സോറി, ക്ഷമിക്കുക, കാരണം മൈക്കില്ലാത്തത് കൊണ്ടാണ്. ഇതെല്ലാം വൈനാണ് കേട്ടോ. കിങ് ഫിഷർ കുപ്പി ഉണ്ടെങ്കിലും അത് വൈനാണ്. ഇന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വൈൻ എല്ലാം ശരിക്കും ഹോം മെയ്ഡ് വൈൻസ് ആണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു 1-2 വർഷം പഴക്കമുള്ള വൈനാണ് ഇന്നത്തെ വൈൻ. എനിക്ക് തോന്നുന്നു ക്രിസ്മസിന് അന്ന് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വൈൻ. ആർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ എന്തായാലും ഇന്നത്തേക്ക് നമ്മൾ ഈ വൈൻ തന്നെ എടുക്കും. ഇതിനകത്ത് കുഞ്ഞുണ്ടായത് കൊണ്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് വൈൻ, ഭയങ്കര ഗ്രേപ്പ് ജ്യൂസ് ആയിട്ടുള്ളൊരു വൈൻ അന്തുകുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഒരാളുടെ എക്സ്പ്രഷൻ നോക്കിയാണേ. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി എന്താ പരിപാടി ചോദിച്ചാൽ ഗാനമേളയാണ്. ഞാൻ മോളും കൂടെ ചേർന്ന് ജിന്ദുതായിരുന്നു. വീടൂടെ എന്തോടെ ഒഴിച്ചു തന്നത് ഞാൻ പറഞ്ഞില്ല, അമ്മ കരുതാറുണ്ട്. ബിരിയാണിയുടെ പാട്ട് എല്ലാരും പ്രോത്സാഹിപ്പിക്കൂ. കുഞ്ഞമ്മ പാട്ടോട് ചേച്ചി എടുത്തിട്ട് കളിയാക്കാനാ. കിട്ടുവോ? ഏത് പാട്ടാണ് എനിക്ക് പറയുന്നത്? പറഞ്ഞാടേ സിമ്പിളാണ്, പാടാനും പറ്റും. Johnny, Johnny, Papa, waiting till the of your mouth. എന്നെ മുത്ത് തിളക്കിട്ടായിരുന്നു. ഞാൻ സൗണ്ട് വെച്ച് നോക്കാം. ക്യാമറ ആക്ഷൻ. ഒരു പാട്ട് പറയാം. പാട്ട് അറിഞ്ഞിട്ട് തുടങ്ങണേ. Johnny, Johnny, yes, Papa. Eating sugar, no, Papa. Telling lies, no, Papa. Open your mouth.
ഇനിയാണല്ലോ നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള ഫുഡിങ്. അങ്ങനെ ഫുഡെല്ലാം എടുത്ത് ടേബിളിൽ നല്ല പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രിങ്ക്സ് ഉൾപ്പെടെ ഒഴിച്ച് വെച്ചതിന് ശേഷം മാത്രമായിരുന്നു ഞങ്ങൾ പിങ്കി കുഞ്ഞമ്മയും അമ്മയും കഴിക്കാനായിട്ട് വിളിച്ചത്. 2024 അവസാനത്തെ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം. ആദ്യമായിട്ട് നന്ദയെടുത്ത് ചോദിക്കാം. നന്ദയ്ക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നല്ല മറുപടി കിട്ടിയത് കൊണ്ട് ഞാൻ എന്തായാലും അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും കുഞ്ഞമ്മയും വന്ന് കഴിക്കാനായിട്ടിരുന്നു. ഞങ്ങൾ എന്തായാലും നല്ല ലാവിഷായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സംസാരിക്കരുതെന്ന് കാരണവർ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിരിച്ച് മേഘയുടെ നിറയെ കയറി അവസാനം കരഞ്ഞാണ് മേഘ ഫുഡ് കഴിക്കാൻ പിന്നെയും വന്നിരുന്നത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോയാലോ? അതെ, നമ്മൾ ഇനി കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ആണ് കളിക്കാൻ പോകുന്നത്. എല്ലാ ഓണത്തിനും ഞങ്ങളുടെ അച്ചാച്ചന്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും തിരുവോണ ദിവസം ഒത്തുചേരും. അച്ഛന്മാരുൾപ്പെടെ എല്ലാ കളികളിനകത്തും പങ്കെടുക്കും. അവസാനം വീട്ടിൽ പോകുമ്പോൾ കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാ പോകുന്നത്. ഇന്നത്തെ കളി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ മിത്തുവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പർ കാണിക്കാറ് ആരാണ് ആദ്യം ചിരിക്കുന്നത് അവരൗട്ടാവും. Begin 2, 3, go. വരികയാണ് സുഹൃത്തുക്കളെ. ഒരേ പ്രായക്കാർ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ഇത്രയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ, ഈ വീട്ടിൽ ഞങ്ങളല്ല പിള്ളേര്, ഇവരൊക്കെയാണ്. ഈ കളിക്ക് സമാപനമായതിനു ശേഷം ഞങ്ങൾ യുണോ കളിക്കാനായിട്ട് തുടങ്ങി. ഒറ്റ ഗെയിമിന് ശേഷം യുണോ നിർത്തി. അതൊക്കെ ഡാൻസ് കളിക്കാൻ അറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ തുള്ളാൻ അറിയാം. അങ്ങനെ പാട്ടിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്രായങ്ങൾ കാണിച്ചതിന് ശേഷം മേഘയുടെ നന്ദയുടെ അടിപൊളി ഡാൻസ് ആയിരുന്നു. ഇന്നത്തേക്ക് വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ ഇനി അടുത്ത വർഷം കാണാമെന്നും പറഞ്ഞ് എല്ലാവരും ഇന്ന് തിക പിരിച്ചു.